ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കയ്പുള്ള ഈ നാരങ്ങ അച്ചാറിടാൻ പോവുകയാണ്. ഇത് അച്ചാറിടുമ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും നല്ല കയ്പുള്ളൊരു നാരങ്ങയാണ്. അപ്പോൾ ഇത് അച്ചാറിടുമ്പോൾ അതിനൊരു ചെറിയൊരു കയ്പുണ്ടാവും. അപ്പോൾ ആ കയ്പൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല സ്വീറ്റായിട്ടൊരു അച്ചാറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നാരങ്ങ കഴുകി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുപ്പി എടുക്കാം. ഈ അരിഞ്ഞെടുത്ത നാരങ്ങ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് കുപ്പിയിൽ കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഒരു കുപ്പിയുടെ കാഭാഗം വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മുടെ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏത് മുളകാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ മുളക്, വലിയ മുളകാണെങ്കിൽ ചെറുതാക്കി ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരാഴ്ചയോളം നമുക്ക് ഇതുപോലെ തന്നെ കുപ്പിയിൽ വെച്ച് കൊടുക്കാം. ഒരാഴ്ചയ്ക്ക് ശേഷം ഇതൊന്ന് സെറ്റായതിന് ശേഷം ഈ പുളിയും ഉപ്പൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് അച്ചാറിടാം. അപ്പോൾ ഇതെന്തായാലും ഒരു കയ്പുള്ള നാരങ്ങയാണ്. അപ്പോൾ ഇത് ഒരാഴ്ചയെങ്കിലും ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇടുമ്പോഴായിരിക്കും അതിൻ്റെ കയ്പൊക്കെ മാറിക്കിട്ടുക. പിന്നെ നമുക്ക് ഈ കയ്പോടുകൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ നാരങ്ങ ചെറിയ കുഞ്ഞു പീസസായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനും ടേസ്റ്റാണ്. ഇതിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉണ്ട്, അതിൻ്റെ കളറൊക്കെ മാറി. ഇതിലിട്ട മുളകൊക്കെ നന്നായിട്ടൊന്ന് ഒരു വിനാഗിരിയും ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയ്പ് വന്നാലും ഉണ്ട്, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് അച്ചാറിടാം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ കുപ്പിയിലുള്ള ഈ നാരങ്ങേനെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കടുക് മുഴുവനായിട്ടും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കുപ്പിയിൽ ഉള്ള നാരങ്ങ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ 2 കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയിരുന്നു. അപ്പോൾ ഇതിൽ ഭയങ്കര കയ്പ്, ആ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്ന കയ്പൊന്നുമില്ല. അതിൻ്റെ ഒരു പകുതിയോളം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കയ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് ഈന്തപ്പഴവും അതുപോലെ തന്നെ കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുരു കളഞ്ഞെടുത്ത ഈന്തപ്പഴം ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു അച്ച് ശർക്കരയും കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ നാരങ്ങ ഉപ്പിലിട്ട ആ സമയത്ത് നാരങ്ങയിലുണ്ടായ വെള്ളവും വിനെഗറും എല്ലാം കൂടി കുറച്ച് അധികം വെള്ളം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ തിളപ്പിച്ച് കുറച്ച് നേരം ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി നമ്മൾ ഇട്ട് കൊടുത്ത് ഈന്തപ്പഴമൊക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ ഇതൊന്ന് കുറച്ച് വറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് പിന്നെ അതുപോലെ പുളി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അച്ചാറിന്. അപ്പോൾ ഇതുപോലെ പുളിയും കയ്പുള്ള നാരങ്ങയൊക്കെ നമുക്ക് ഇതുപോലെ അച്ചാറിട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ നാരങ്ങ ഈ ഒരു രീതിയിൽ ഒന്ന് അച്ചാറിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ തിളച്ച് കഴിഞ്ഞ് ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം.